വിവരമാണ് നമ്മുടെ പ്രതിനിധികൾ നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ കണക്കും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 12 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അവധി. കനത്ത മഴയിൽ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലകളിലെ വീടുകളും റോഡുകളും എല്ലാം വെള്ളത്തിലായി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്നും ശാലിനി, കോഴിക്കോട് നിന്നും രമ്യാദാസ്, ഒപ്പം കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു. ആദ്യം നമുക്ക് പോകേണ്ടത് ശാലിനിയിലേക്കും മിഥുൻ മുരളിയിലേക്കുമാണ്. ആദ്യം തന്നെ നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാം അല്ലേ? തലസ്ഥാനത്ത് കുടയൊക്കെ പിടിച്ച് ശാലിനി ഉണ്ട്. ശാലിനി, ശക്തമായ മഴയല്ല, പക്ഷെ ഇടവിട്ടുള്ള മഴ അതിങ്ങനെ തോരാ മഴയായി തന്നെ നിൽക്കുകയാണ് അല്ലേ? ഡ്യൂട്ടിക്ക് വരുമ്പോഴും കണ്ടതാണ്. അതെ, തലസ്ഥാനത്തിനും കൊല്ലത്തിനും അല്പം ആശ്വാസമാണ്. തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് നമുക്ക് ശാലിനിയുടെ ഫ്രെയിമിൽ കാണാം. പക്ഷേ മിഥുന്റെ ഫ്രെയിമിൽ അങ്ങനെയല്ല, മഴ പെയ്യുന്നുണ്ട്. ശാലിനി, ഇന്ന് എന്താണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? തെക്കൻ കേരളത്തിൽ എങ്ങനെയാകും മഴ വ്യാപിക്കുക? എന്തൊക്കെ വിശദാംശങ്ങൾ, എന്തൊക്കെ നിർദ്ദേശം? രാഖി, അശ്വതി, തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നൊരു മഴ മോർണിംഗ് ആണ്. പക്ഷേ ഇടവിട്ടുള്ള ചെറിയ തോതിലുള്ള മഴ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കും കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ ഇടവിട്ടുള്ള ചെറിയ മഴകൾ മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴയോ മഴക്കെടുതികളോ ഈ രണ്ട് ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ഈ മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. യെല്ലോ മുന്നറിയിപ്പായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നിരുന്നത്. പക്ഷേ രാവിലെ 4 മണി മുതൽ 7 മണി വരെ ചില ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരം ഉണ്ടായിരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയത്. അടുത്ത 3 മണിക്കൂർ മാത്രം, അതായത് 7 മണി വരെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നമുക്ക് കാണുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ അതിശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ അവലോകന യോഗം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മഴക്കെടുതികൾ രൂക്ഷമാകാനും ഒപ്പം തന്നെ വെള്ളക്കെട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ സംസ്ഥാനത്ത് വരുന്ന 2-3 ദിവസം കൂടി ഇതേ കാലാവസ്ഥ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ജാഗ്രത വേണമെന്നുള്ളതാണ്. ഒരു മിന്നൽ പ്രളയ സാധ്യത സംസ്ഥാനത്തെ പല ജില്ലകൾക്കും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കരുതൽ നടപടികൾ സ്വീകരിക്കണം. സർക്കാർ സംവിധാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇത് ഈ മഴയുടെ ഭാഗമായിട്ട് പല അണക്കെട്ടുകളുടെയും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 3rd സ്റ്റേജ്, അതായത് 3ാം ഘട്ട അലേർട്ടുകൾ പല ജില്ലകൾക്കും പല ഡാമുകൾക്കും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ പത്തനംതിട്ടയിലുള്ള മൂഴിയാറ്, ഇടുക്കി ജില്ലയിലുള്ള കല്ലാർകുട്ടി, ഇടുക്കിയിലെ തന്നെ ഇരട്ടയാറ്, ലോവർ പെരിയാറ്, തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത്, കോഴിക്കോട് കുറ്റ്യാടി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ചെറിയ തോതിലൊക്കെ പല അണക്കെട്ടുകളുടെയും ജലനിരപ്പ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ, ഷട്ടറുകൾ തുറന്നുവിട്ട് അധികൃതർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളുടെയൊക്കെ സമീപത്ത് താമസിക്കുന്നവർ, നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലകളിൽ നിന്നൊക്കെ തന്നെ പരമാവധി ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ഉണ്ടെങ്കിൽ മുന്നറിയിപ്പുകളുടെ ഭാഗമായി സുരക്ഷിത ഇടത്തിലേക്ക് മാറണമെന്നൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. പൊന്മുടി ഉൾപ്പെടെയുള്ള ഹിൽ സ്റ്റേഷനുകൾ, പൊന്മുടി, ഇടുക്കി അടക്കം വയനാട് അടക്കമുള്ള ജില്ലകളിലെ പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾക്കൊക്കെ തന്നെ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അടച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പൊന്മുടിയിലടക്കം പല മേഖലകളിലും ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിയുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് അങ്ങോട്ടേക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ടുള്ളത്. അനാവശ്യ യാത്രകൾ പരമാവധി പൊതുജനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും മുന്നറിയിപ്പായിട്ടുള്ളത്. കാരണം പലയിടങ്ങളിലും മരം കടപുഴങ്ങിയും ഒപ്പം തന്നെ മണ്ണിടിഞ്ഞുമൊക്കെ അപകടങ്ങൾ പതിവായി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ അത്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ താമസിക്കുന്നവർ പരമാവധി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ കൺട്രോൾ റൂം
റൂമുകൾ എല്ലാ ജില്ലാടിസ്ഥാനത്തിലും സ്റ്റേറ്റ് വൈഡും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. എന്തായാലും അല്പസമയത്തിനകം മഴ മുന്നറിയിപ്പിൽ ഈ മാറ്റമുണ്ട് എങ്കിൽ അലേർട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നൗകാസ്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം ഓരോ 3 മണിക്കൂറുകൾ പ്രത്യേകമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തലസ്ഥാനത്ത് അല്പം ഒരു ആശ്വാസമുണ്ട്. അതെ, ഈ തലസ്ഥാനത്ത് മാത്രമല്ല കൊല്ലത്തും. പക്ഷേ മറ്റ് ജില്ലകളിൽ നമുക്ക് അതല്ല സ്ഥിതി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മിഥുൻ മുരളി ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് രമ്യാദാസുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും മിഥുനിലേക്ക് തന്നെ മഴയൊക്കെ ഒന്ന് നടന്നു നിൽക്കുകയാണ്. മഴയിൽ കുതിർന്നു നിൽക്കുക. കൊട എടുക്കാൻ മറന്നുപോയോ മിഥുന രാവിലെ? യെസ്, എന്തായാലും മിഥുൻ, ഇന്നലെ രാത്രി കോട്ടയത്ത് നല്ല മഴയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ എങ്ങനെയാണ് അവിടുത്തെ ഒരു ജലനിരപ്പൊക്കെ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതി? പറയൂ മിഥുൻ. അശ്വതി, രാഖി, നിർത്താതെ പെയ്യുന്ന മഴയാണ് രാവിലെ. തോരാമഴ എന്ന് തന്നെ പറയാം. രാത്രിയിലും കനത്ത മഴയായിരുന്നു കോട്ടയം ജില്ലയിൽ. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ പകൽ സമയം നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ആർപ്പുക്കര, അയ്മനം, വിജയപുരം, മണർകാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പരമാവധി ആളുകളെ ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. 100-ന് മുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നലെ രാത്രി വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. കിഴക്കൻ മേഖലയിൽ തീവ്രത കുറഞ്ഞ ഇടവിട്ടുള്ള മഴയായിരുന്നു ഇന്നലെ പകൽ ലഭിച്ചെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ആ കിഴക്കൻ മേഖലകളിലും ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടുന്ന, പൂഞ്ഞാർ ഉൾപ്പെടുന്ന മേഖലകളിലും ശക്തമായ മഴയാണ് രാത്രി ലഭിച്ചത്. ഇന്നലെ പകൽ മഴയുടെ തീവ്രത കുറഞ്ഞതുകൊണ്ട് തന്നെ കിഴക്കൻ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്ക്, ആർപ്പുക്കര, അയ്മനം ഉൾപ്പെടുന്ന, തിരുവാർപ്പ് ഉൾപ്പെടുന്ന മേഖലകളിലേക്ക് എത്തുകയും ഈ പ്രദേശത്ത് ജലനിരപ്പ് ഉയരുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ഒക്കെയായിരുന്നു ഇന്നലെ പകൽ. അതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് കൂടുതൽ ദുരിതത്തിലാവുകയും കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഈ ഭാഗത്താണ് തുറക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, നേരത്തെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ രൂക്ഷമായ ഈ കിഴക്കൻ മേഖലയിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെയും തുടർച്ചയായും മഴ കൂടുതലായി ലഭിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകുകയാണ്, മണിമലയാറ് കരകവിഞ്ഞൊഴുകുകയാണ്. തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നുള്ള കർശന നിർദ്ദേശം ഇന്നലെയും ഇന്നുമൊക്കെയായി തുടരുകയാണ്. ഇന്നലെ രാത്രി കർശന നിർദ്ദേശം നൽകിയിരുന്നു. തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വീടുകളിൽ പടിഞ്ഞാറൻ മേഖലയിൽ മിക്ക വീടുകളും വെള്ളത്തിലാണ്. ആർപ്പുക്കരയിലെ കരിപ്പ, മണിയാപറമ്പ്, കരിപ്പൂത്തെട്ട് തുടങ്ങിയ ഭാഗങ്ങൾ, ഒപ്പം ഈ വിജയപുരം പഞ്ചായത്ത്, തിരുവാർപ്പ് തുടങ്ങിയ മേഖലകൾ, കുമരകം, ഇല്ലിക്കൽ ഭാഗം മുഴുവൻ വെള്ളത്തിലാണ്. ഇല്ലിക്കൽ കുമരകം റോഡിൽ വെള്ളം കയറി പൂർണ്ണമായും ഗതാഗതം നിലച്ച അവസ്ഥയിലാണ്. ഈ ഇല്ലിക്കൽ ഭാഗത്തെ മുഴുവൻ വീടുകളും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശമാണ്, ആദ്യം വെള്ളം കയറുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ ഭൂരിഭാഗം വീടുകളിലും വെള്ളത്തിലാണ്. ഗൃഹോപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. ആ തുടക്കഘട്ടത്തിൽ ഈ ഇല്ലിക്കൽ ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഈ കോട്ടയം ജില്ലയുടെ നഗരത്തോട് ചേർന്ന് കുമരകം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ് കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും മറ്റും പ്രവർത്തിക്കുന്നത്. കോട്ടയം താലൂക്കിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 50-ന് മുകളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഈ കോട്ടയം താലൂക്കിലെ വിവിധ മേഖലകളിലായി ഉണ്ട്. കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ തുടങ്ങിയ മേഖലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇറഞ്ഞാൽ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇറഞ്ഞാൽ ഭാഗത്തെ വീടുകളിലും കടകമ്പോളങ്ങളിലുമൊക്കെ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മീനച്ചിലാറിനോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മീനച്ചിലാർ കരകവിഞ്ഞ് ഈ പ്രദേശത്തെ വീടുകളിലേക്കും കടകമ്പോളങ്ങളിലേക്കുമൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. ടെറസിന് മുകളിലുമൊക്കെ ആളുകൾ അഭയം പ്രാപിക്കുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് മുഴുവൻ ആളുകളും ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. നട്ടാശ്ശേരി, തിരുവഞ്ചൂർ ഈ ഭാഗങ്ങളിലുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ രാവിലെ ഉള്ള സമയത്തും തുറക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ജാഗ്രത വേണമെന്നുമുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അന്തരീക്ഷം മേഘാവൃതമാണ്, ഏത് സമയത്തും കനത്ത മഴ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടുള്ള കാലാവസ്ഥാ വിശേഷമാണ്, സ്ഥിതിവിശേഷമാണ് കോട്ടയം ജില്ലയിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മേഘാവൃതമായ കാലാവസ്ഥ, രാവിലെയും കനത്ത മഴ, നിർത്താതെ പെയ്ത തോരാതെ മഴ തന്നെയായിരുന്നു രാത്രിയിലും രാവിലെയും എല്ലാം തുടർച്ചയായി കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ച ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ആ മേഖലകളിലൊക്കെ ഉള്ള ആളുകളോട് പരമാവധി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ആശ്വാസമുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, പാല മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയതും ആ ഭാഗങ്ങളിൽ മഴ
കുറഞ്ഞതും ഒരു ആശ്വാസമായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ ഭാഗങ്ങളിൽ തീവ്രമായിട്ടുള്ള മഴയ്ക്ക് ഉള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ഇന്നലെ രാത്രിയുമൊക്കെ മഴ ഉണ്ടായി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായി തന്നെ കോട്ടയം ജില്ലയിൽ മിക്കയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നു. ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷേ വീണ്ടും ആശങ്ക എന്ന് പറയുമ്പോൾ അല്ലേ വല്ലാത്തൊരു ഭീതി തന്നെയാണ്. ഒപ്പം തന്നെ ഈ പത്തനംതിട്ടയിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. ആറന്മുളയിൽ ഇപ്പോഴും വെള്ളക്കെട്ടാണ്, മഴ പെയ്യുന്നുണ്ടെന്നുള്ളത്. നമുക്ക് കോഴിക്കോട് രമ്യയുടെ ഫ്രെയിം നോക്കുമ്പോൾ അതിനേക്കാൾ കഷ്ടമാണ്. നോക്കൂ, രമ്യ അവിടെ വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത്. രമ്യ, എന്താണ് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന ആ മഴ വിവരങ്ങൾ? മഴ തുടരുകയാണോ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇന്ന് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്? ഈ വെള്ളക്കെട്ട് ഒഴിയാനുള്ള നടപടികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ഏകോപിപ്പിക്കാൻ അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രമം തുടങ്ങിയോ രമ്യ? അശ്വതി, രാഗി, ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ഏറെ ശമനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വൈകിട്ടോടുകൂടി കനത്ത മഴ തന്നെയാണ് ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖല ഉൾപ്പെടെ പെയ്തിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് രാത്രി 8:45 കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന ഒരു നടപടിയിലേക്കെല്ലാം അധികൃതർ നീങ്ങിയിരുന്നു. നിലവിൽ ഇന്ന് രാവിലെയും ഇടവിട്ട് കനത്ത ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. നിലവിൽ ഇപ്പോഴും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. മഴ അതായത് കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ ഏത് സമയത്തും പെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അന്തരീക്ഷം നിലവിലുള്ളത്. ഞാൻ നിൽക്കുന്ന ഇപ്പോൾ കോട്ടുളി ഭാഗത്താണ്. ഇന്നലെ ഉൾപ്പെടെ ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീടുകളെല്ലാം തന്നെ പലതും ഇത്തരത്തിൽ വെള്ളക്കെട്ടിനിടയിലാണ്. ഈ പലരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പല മേഖല, കോഴിക്കോടിൻ്റെ മലയോര മേഖല എടുത്തു നോക്കിയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം നിലവിലുണ്ട്. ഈ കനത്ത മഴയെ തുടർന്നാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. നിലവിൽ മഴയെ തുടർന്ന് വീടുകൾക്ക് തകർച്ച, അതുപോലെ തന്നെ വെള്ളക്കെട്ട് തുടങ്ങിയ ഭീഷണിയൊക്കെ തുടർന്ന് 161 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 30 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുള്ളത്. അതായത് കോഴിക്കോട് താലൂക്കിൽ 19, അതുപോലെ തന്നെ താമരശ്ശേരി താലൂക്കിൽ 5, കൊയിലാണ്ടി താലൂക്കിൽ 4, വടകര താലൂക്കിൽ 2 എന്നിങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. 490 പേരാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പുഴകളിലെല്ലാം വലിയ രീതിയിൽ, അതായത് മലയോര മേഖലയിലെല്ലാം കനത്ത മഴ രാത്രിയും തുടരുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഈ കക്കയം ഡാമിൻ്റെ ജലനിരപ്പ്, അതിൻ്റെ സംഭരണശേഷി 2485 അടിയാണ്. അത് വർദ്ധിച്ചതോടുകൂടിയാണ് ഇന്നലെ 2 ഷട്ടറുകളാണ് തുറന്നത്. 0.25 അടി ഷട്ടറുകൾ തുറന്നതോടുകൂടി തന്നെ പൂനൂർ പുഴ, അതുപോലെ തന്നെ അനുബന്ധ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ്, കാരണം ഈ പുഴകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതോടുകൂടി തന്നെ വലിയ രീതിയിലേക്ക് ജലനിരപ്പുകൾ ഉയരുമെന്നുള്ളത് തന്നെയാണ്. കാരണം അതിനാൽ തന്നെ ഈ തീരദേശത്ത് ഉൾപ്പെടെ ഉള്ളവരോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നിലവിൽ അതുവഴിയുള്ള ഗതാഗതം എല്ലാം തന്നെ ഭാഗികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾ. അങ്ങനെ കോഴിക്കോട് അതാണ് സ്ഥിതി. ഈ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. രമ്യ വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത്, വളരെ സുരക്ഷിതമായി തന്നെ നിൽക്കുക. ഒപ്പം തന്നെ നമുക്കിനി സുബിനിലേക്കാണ് പോകേണ്ടത്. ഇടുക്കിയിലെ സ്ഥിതി അത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി പോലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സഞ്ചാരികൾക്കൊക്കെ അവിടെ നിയന്ത്രണമുണ്ട്, വിലക്കുണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? നമുക്ക് സുബിനോട് തന്നെ ചോദിക്കാം. സുബിൻ, എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? നേരം പുലർന്നു വരികയാണ്. ഇന്നലെ രാത്രി പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും രേഖപ്പെടുത്തിയത്. പ്രധാനമായും മണ്ണിടിച്ചിലാണ് പല മേഖലകളിലും ഉണ്ടായത്. നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള റോഡിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടിമാലി കുമളി ദേശീയപാതയിൽ ആണ് മണ്ണിടിച്ചിലുണ്ടായത്. 10-ാം മൈലിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ മണ്ണിടിഞ്ഞത്. തുടർന്ന് നിലവിൽ അവിടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തങ്കമണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതാനും ചില വീടുകളിൽ ഇന്നലെ രാത്രി വെള്ളം കയറിയിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജില്ലയുടെ പല മേഖലകളിലും ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ഒരു ആശങ്ക, വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുത്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രി തന്നെ പല മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഈ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യം
സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയുള്ളത് ഓറഞ്ച് അലർട്ടിലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണം തുടരുന്നു. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലുള്ള നിയന്ത്രണങ്ങളും തുടരുകയാണ്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ നിരവധിയുള്ള പ്രദേശമാണ്. പ്രധാനമായും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വാളറ, അതുപോലെ തന്നെ മൂന്നാർ, ശാന്തൻപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ ആ മേഖലയിലും സജ്ജമാണ്. എന്തായാലും ഈ മഴ ഇടപെട്ടുള്ള ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ജില്ലയിൽ ചെറു ഡാമുകൾ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തുറന്നിരുന്നു. അതിൽ കല്ലാർ ഡാമും അതോടൊപ്പം തന്നെ മലങ്കര ഡാമിന്റെയും ഷട്ടറുകൾ നിലവിൽ ഏതാനും ഷട്ടറുകൾ താത്തിട്ടുണ്ട്. പൂർണ്ണമായും തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് കല്ലാർകുട്ടി ഡാമിന്റെയും പാമ്പ്ള ഡാമിന്റെയും ഷട്ടറുകളാണ് പൂർണ്ണമായും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം എന്തായാലും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് പകലും ഇടവിട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയും ഉള്ളത്.